ഹായ് ഗൈസ്, നമ്മളിന്ന് ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ എടുത്തിരിക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ ജോഷിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഇന്നലെ നമ്മളെ വിളിച്ച് പറഞ്ഞ് വണ്ടി കയറി. നമ്മൾ ഈ ആഴ്ച തന്നെ ഒരു ദിവസം ജോഷിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ നിങ്ങളെ വീഡിയോ കാണിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചൻ ബൈക്ക് എടുക്കുന്നുണ്ട്. അപ്പം അപ്പച്ചനോട് ബൈക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് തിരുവല്ല വരെ പോകണം. അപ്പച്ചനോട് അപ്പച്ചൻ്റെയുള്ളൂ. അപ്പം ഞാൻ അപ്പച്ചനോടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ബിഗ് ബോയുമായിട്ട് ഇവിടെ വരെ പോയത് കറ്റാണത്ത് വരെ പോകണം. വണ്ടിക്ക് പൊല്യൂഷൻ തീരാറായ പൊല്യൂഷൻ എടുക്കണം. അപ്പോൾ അതിന് പോകണം. നമ്മുടെ വണ്ടി കൊണ്ട് ലിവിയ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ലിവിയ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ചെരുപ്പ് വണ്ടി എടുത്തിട്ട് നേരെ ഈ പുക എടുത്തിട്ട് വരാം. ബാ വണ്ടി കുത്തിപിടിച്ചെടുക്കട്ടെ. അപ്പം കറ്റാണത്തുണ്ട് പൊല്യൂഷൻ എടുക്കുമ്പോൾ. അമ്മേ പോയിട്ട് വരാവേ, കറ്റാണം വരെ പോട്ടെ. അപ്പം പോട്ടെ. ജിഷിൻ്റെ വണ്ടി ഡ്രൈവർ താണി ഇത്. അമ്മ ഓടിച്ചോ ഓടിക്ക്, തുറക്ക്. നമ്മളുടെ പൊല്യൂഷൻ തീരാറിയാം. പൊല്യൂഷൻ എടുക്കട്ടെ. പെണ്ണ ഓടിക്കാൻ കൂടെ എന്തോ മില്ലടത്തൊന്നും പോകത്തില്ല. മിസ് അങ്ങനെ ബെൽറ്റ് കിട്ടെ. ഗ്ലാസ് ഏസിയിലിട്ട് തോറ്റ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തോ. കോപ്പറേറ്റ് സോറി ഗൈസ്, പാട്ട് കൊടുത്തില്ല. പോട്ടെ, കോപ്പറേറ്റ് ഇട്ടു. വണ്ടി ബാക്ക് ഇട്ട് പോട്ടെ. ബാക്കൊക്കെ താത്തല വണ്ടി പോകത്തുള്ളൂ പറയുന്നത്. പോട്ടെ, അത് കുഴപ്പമില്ല. അവിടെ ഇരുന്നുണ്ടോ? ശരി, എന്നെ കാണിക്കാം. പോട്ടെ, ബാക്കൊക്കെ ബാക്കൊക്കെ കണ്ടോ. പോട്ടെ, ഗ്ലാസ്സൊക്കെ കാണാൻ പറ്റിയതൊക്കെയാ. എന്തിനാ താഴെ എന്തിനാണ് ബാക്ക്? ഈ ബോട്ടിൽ തിരിയത്തില്ല വണ്ടി. ഇച്ചിരി റൈറ്റ് പിടി. ഇതവിടെ കാട്ടിലോട്ടൊക്കെ കയറുന്നുണ്ട്. ഇങ്ങനെ പിടി. പോട്ടെ. ഇന്ന് നിന്നെ യൂട്യൂബിൽ ട്രോളോടി. പോട്ടെ. ആ സൈഡ് ചേർന്ന് ഇവിടെ തിരി. റൈറ്റിലോട്ട് ചേർത്ത് തിരി. ഇവിടെ ഈ കലം കൊള്ളുണ്ട്. പോട്ടെ തിരി. പോട്ടെ. ഇവിടെ പിടിക്കാനാ. ബാക്കോട്ട് പോ. ഇതുവരെ മറക്കാൻ പോകുന്ന ലക്ഷണമില്ല. നേരെ ഉള്ള റോഡ് ഞങ്ങൾ പറപ്പിക്കാം കേട്ടോ. ഞങ്ങൾ കൊച്ചു ഷോർട്ട് കട്ട് വഴികളെ വെച്ച് പാടാം. ഇത് ഞാൻ യൂട്യൂബ് ഇടും. ഗ്യാസ് ഇത് നമ്മൾ യൂട്യൂബ് ഇടും. ഗ്യാസ് നിങ്ങൾ കമന്റ് അടിക്കണം കേട്ടോ. കമന്റ് അടിച്ച് ഇതാക്കണം. ഗ്യാസ് ഇതാണ് ഞങ്ങളുടെ വീട്. ഇപ്പൊ ബ്രേക്ക് ആയിട്ട് ഫ്രണ്ടിൽ പോരാൻ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഗ്യാസ് ഞങ്ങളുടെ ഇവിടെ കോൺക്രീറ്റ് തരാൻ കൊണ്ട് കുറച്ചാളായി. നടന്നില്ല ഇതുവരെ. ഞാൻ പറയും പോട്ടെ ഗ്യാസ്. പോട്ടെ. അവിടെ കമ്പ് കിടന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് നീണ്ടിരുന്ന് കണ്ട് ക്യാമറ കണ്ട്. ഗൈസ്, നമ്മള് വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നു പോയി. എടുക്കാൻ വിട്ടു വരുന്ന കേട്ടോ. കാര്യം നമ്മൾ തീർന്നിട്ട് ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. ഓൾറെഡി വണ്ടി ബേസിക്സ് വണ്ടിയാണ്. അപ്പൊ നമ്മളത് 2024 തീർന്നത്. ഗൈസ് 24 തീർന്നത്. നമ്മൾ ഇടയ്ക്ക് എടുത്തായിരുന്നു. അത് കൊണ്ടില്ലായില്ലെന്ന് എടുത്തില്ല, മറന്നുപോയി. ഞങ്ങൾ നേരെ കറ്റാണത്തിട്ട് പോട്ടെ. അവിടെ പോയി പൊല്യൂഷൻ എടുക്കണം. നിന്നെ കറ്റാണെന്തടി? അപ്പൊ ഗൈസ് ആ വഴി പോയി കുറച്ച് തേങ്ങ എടുത്തിട്ട് വരാം കേട്ടോ. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വല്യമ്മ. അവിടെ പോയി കുറച്ച് കൊച്ചുമ്മ വല്യമ്മ. അവിടെ പോയി തേങ്ങ എടുക്കണം. അവിടെ പോയി പൊല്യൂഷൻ എടുക്കണം. എന്നിട്ട് അവിടെ പോയി തേങ്ങ എടുത്ത് വീട്ടിൽ തരാം. ഉച്ച കഴിഞ്ഞ് വേറെ വഴിക്ക് തിരുവല്ല പോകണം ബൈക്ക് എടുക്കാൻ. അപ്പൊ ഇന്നത്തെ കാര്യം അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവക്ക് വണ്ടി ഗ്ലാസ്സിനകത്ത് വെള്ളം അടിക്കാൻ പോലും അറിയാൻ പാടില്ല. എങ്ങനെയല്ലേ വെള്ളം അടിച്ചത്? കാണിക്ക് ഗൈസ്. വെള്ളം അടിച്ച് വൈപ്പറൊക്കെ ഓണാക്കി. ഗൈസ്, ബാക്കിലത്തെ ഗ്ലാസ്സിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. ഈ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ട് പൊക്കാൻ അവർക്ക് അറിയത്തില്ല. ഇൻഡിക്കേറ്ററൊക്കെ ഇടുന്നു. ഇൻഡിക്കേറ്റർ നശിപ്പിച്ച് ഒടിഞ്ഞത്. ഇത് ഇങ്ങനെ മണ്ടക്കോട്ട് പൊക്കിയാൽ മതി. പൊക്കുമ്പോഴെല്ലാം ബാക്കിലാണ് വെള്ളം വരുന്നത്. എന്താണ് നമ്മുടെ ചെറുക്കനെ ഓടിക്കാൻ ട്രാവലർ ഓടിക്കാതിരിക്കുക കേട്ടോ. ട്രാവലർ ഓടിക്കാതിരിക്കുക ഇവള് ചെറുക്കനെ. ഗിയർ ഓട്ടോമാറ്റിക് വെച്ചു കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കാ. അതിന്റെ ഗിയർ ഓട്ടോമാറ്റിക് വെച്ചു കൊടുക്കുക. അതുകൊണ്ട് കാര്യമില്ല.
അന്ന് മാനിൽ കയറില്ല, പിന്നെ ഇതിന് മാനിൽ കയറിയിട്ടില്ല. പിന്നെ അന്നോട്ട് ഇതിനകത്താ ഇതൊക്കെ ഇതിനകത്ത് മുൻകൂട്ടി കണ്ണാണ് ഈ വണ്ടി എടുത്ത് കൊടുത്തത്. നമ്മളിപ്പോ കണ്ണനാകുഴി കോറാട്ടോമുക്കിന്റെ അവിടെ നിന്ന് കറ്റാണത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഗൈസ് നമ്മുടെ പള്ളിയിലെ ചേട്ടൻ്റെ അമ്മ ഏഞ്ചൽ. ഗൈസ് ഇതിലവിടെ മീൻപിടുത്തമാണോ? ഗൈസ് ഈ സൈഡ് നോക്കൂ, അമ്മച്ചിമാരിൽ അവിടെ എന്തൊരു ചെയ്യുന്നു. ഗൈസ് എൻ്റെ ക്യാമറ നോർമൽ ക്യാമറ ആയതുകൊണ്ട് വലിയ സൂം കിട്ടുന്നില്ല. ഗൈസ് കണ്ടോ നമ്മുടെ ഇവിടുത്തെ പാടരോരങ്ങൾ കണ്ടോ, കണ്ടോ പാടം കണ്ടോ ഗൈസ്, പാടം കണ്ടോ ഗൈസ്. ഞാൻ ഞങ്ങളുടെ ഒരു ഗോപ്രോ എടുത്താലെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഗോപ്രോ AC തണുപ്പില്ലല്ലോ. ഗോപ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു കാര്യം നമ്മുടെ ബൈക്കിൻ്റെ അകത്ത് പിന്നെ ഒരു ലൈലാൻഡ് ഉള്ള സ്പേസ് ഉണ്ടോ ഇതിലെ കൂടെ. ഗൈസ് അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്ന ക്യാമറ പറഞ്ഞാൽ മേടിക്കാന്ന് വെച്ചാൽ കാര്യം ഇനി നമ്മുടെ വണ്ടി തൊടുപുഴ പുറക്കിന് കയറ്റി ജോഷിലെ. അപ്പം വണ്ടി പണിയാൻ കയറ്റി അറിഞ്ഞോ? ആര് പറഞ്ഞു? ഗൈസ് വണ്ടി അപ്പോൾ തൊടുപുഴ പണിയാൻ കയറ്റി. അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇനി പോകുന്നതൊക്കെ മിക്ക കൂടുതലും ബൈക്ക് കയറി. കാര്യം കാറിൽ പോകുന്ന നൈസാണ്, എന്നാലും ബൈക്കിനകത്തൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ട് നമുക്ക്. നമ്മൾ അപ്പോൾ തൊടുപുഴ പോകുമ്പോൾ നമ്മുടെ ബൈക്ക് ഒന്നെങ്കിൽ V3 അല്ലെങ്കിൽ ബുള്ളറ്റ് പോകുമ്പോൾ നമുക്ക് ഹെൽമെറ്റിനകത്ത് ഗോപ്രോ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ അല്ലാതെ നമുക്ക് സംസാരിച്ച് പോകുമ്പോഴും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും എല്ലാം അവിടുത്തെ വിഷ്വൽസൊക്കെ കാണാം. അപ്പം ഞാൻ വിചാരിക്കണേ തൊടുപുഴ പോയിട്ട് ആ വഴി നമുക്ക് ഇടുക്കിയിലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ എടുത്തിങ്ങി വരാനൊക്കെ കഴിയും. അവിടെ നിന്ന് 90 കിലോമീറ്റർ ഉണ്ട്. ഈ ആഴ്ച പോണ് ഇടുക്കി പോയാലോ ആ വഴി. കുറച്ച് രാവിലെ പോണം നമുക്ക്. അപ്പൊ വരുന്നില്ലേ? ഈ ലോകം പോയിട്ട് വലിയ പോയി കാണും കേട്ടോ. പപ്പ വിളിക്കണ്ട. നമുക്ക് വണ്ടി ഓണടിച്ചു വിടും. ഇതുപോലുള്ള വണ്ടി കൊണ്ട് നിർത്തി എന്തൊരു ദോഷം പരിപാടി തന്നെ. കാണിച്ചു നോക്ക്, കണ്ട ഒരു റോഡിൽ കൊണ്ടുവന്ന് ആ ബാക്കിൽ വണ്ടി ഉണ്ടോ മാങ്ങയുണ്ടോ ഒന്നും നോക്കത്തില്ല, കൊണ്ടിറക്കാം. ഇന്നലെ അവിടെ സ്കൂട്ടർ ഉണ്ട് റോഡിൽ വെച്ചിട്ട് ചേച്ചി കടയിൽ പോയി സാധനം മേടിച്ചോണ്ടിരിക്കുന്നു. സ്കൂട്ടർ റോഡിൽ ഇരിക്കുന്നു. എന്തൊരു പറയുക. ഞാൻ പറഞ്ഞ ഇടുക്കിയിലേ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആന്ന് പറഞ്ഞു, നല്ല തണുപ്പ് കോടമ്പഞ്ഞിലൊക്കെ കയറി വരും. അപ്പൊ നമ്മൾ അങ്ങനെ ഇടുക്കി വഴി കയറി കറങ്ങി വന്നാലെന്ന് ആലോചിക്കുക. അപ്പൊ കുറച്ച് നേരത്തെ പോകണം, ബിഗ് ബോയ് കൊണ്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ബൈക്കും കൊണ്ട് പോകും. ബൈക്കാ നൈസ്, ബുള്ളറ്റാ ബൈക്ക് നൈസ്. ഒരു കാര്യം ഞാൻ പറയാം, പണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഇടുക്കി പോയപ്പോൾ താണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരുന്ന രാവിലെ എനിക്ക് കോട്ടയ്ക്ക് ഇരിക്കുന്നത് മഴയത്ത്. ഞങ്ങൾ ഇടുക്കിക്ക് പോയി ബൈക്കിൽ എന്റെ ഡിസ്കവറിനകത്ത്. ഗ്ലാസ് വന്നിടക്കോ എവിടെയെങ്കിലും സൗണ്ട് കേട്ടല്ലോ, ബാക്ക് എടുത്ത് നോക്കി കണ്ടോ ഇപ്പോഴാണിത്. അപ്പം ഗൈസ് നമ്മള് പറഞ്ഞതാണ് ഇടുക്കി വഴി പോകാന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. പക്ഷെ എനിവേ മേളിന്ന് ഉത്തരവ് പറഞ്ഞു ബേറിന്ന് ഇല്ലയോ, ബേറിന്ന് ഉത്തരവ് വന്നാലേ നമുക്ക് പോകാനൊക്കെ തുള്ളൂ. ബേറിൽ നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ പരിഹരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പരിഹരിക്കും, വൈകിട്ട് പരിഹരിക്കും. ഗൈസ് നമ്മളപ്പോ കറ്റാണ മാറി കറ്റാണത്തിന് പൊല്യൂഷൻ എടുക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ കറ്റാണത്തിട്ട് വേണം കേട്ടോ. എന്തേലും മരുന്ന് നോക്കി ഗൈസ്, കറ്റാണത്ത് കയറ്റം കയറുക വണ്ടി കിടക്കുന്നുണ്ടോ കണ്ടോ, 1 2 കണ്ട ഒരെണ്ണം അവിടെ നിന്നോട്ട് കണ്ട ഒരു കയറ്റം കയറുക കണ്ടോ. ഇവർക്കൊക്കെ എന്തൊരു ഒരു ഇതില്ലേ, സാമാന്യ ബോധം. ഒരു നേരെ പോട്ടെ, കറ്റാണം ടൗൺ എത്തിയേട്ടെന്നാണ്ട ടൗൺ. ഗൈസ് ഇത് കറ്റാണം വലിയ ചേട്ടാ ഇവിടെ പെരുന്നാളാണ്. ഓ മോനെ മഴക്കോളുണ്ടോ ഇവിടെ കീഴില്. അയ്യോ കൊച്ചേട്ടൻ അല്ലാ, ഈ ക്യാമറക്കതെല്ലാം കാണാം. കറ്റാണം എത്തി. ഈ ബിൽഡിംഗ് തീ പിടിച്ചേട്ടാ. ഈ ബിൽഡിംഗ് കണ്ടാ ഫുള്ള് കത്തിപ്പോയി കഴിച്ച്. ആ ബിൽഡിങ്ങിന് തന്നെ മുട്ട് ഫ്രാക്ചർ ആയി പോയി, സോറി ഒരഞ്ഞ് നാശമായി പോയി. ഫ്രാക്ചർ ആയി സോറി ഒരഞ്ഞു കേട്ടോ. പുക ഇവിടെ അല്ല, പുക കുറച്ച് നേരത്തെ പോട്ടെ. ഗൈസ് പൊല്യൂഷൻ എടുക്കാം, അവിടെ സ്ഥലത്തി അവിടെ എത്തിയിട്ട് പൊല്യൂഷൻ എടുക്കാം. വേണ്ടി നമ്മൾ കറ്റണം വാഹന പൊല്യൂഷൻ എടുത്ത് കൊണ്ടുവന്നേട്ടാ. ഫോൺ എടുക്കാൻ മറന്നുപോയി, അതാ വിളിക്കുന്നത് ഫോണിന് വേണ്ടിയിട്ട്. ഹലോ ചെറുതേത്തി വണ്ടി ഓടിച്ച് കയറ്റി വിട്ട് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ സൈഡിൽ നിന്ന്. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, 4 സൈഡിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കണം. എന്തോ നീ പറഞ്ഞേ, ചെരുപ്പ് എൻ്റെ അളവ് മേടിക്കണമോ? ഈ അളവ് 10 ഇഞ്ച് നിന്ന് എനിക്ക് 10 ഇഞ്ച് അല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യും മോളെ, AC ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം, വണ്ടിക്ക് തിരിക്കാം. ഗൈസ് ഈ കീടങ്ങളെയൊക്കെ പറക്കി വിളിക്കണം. ഇവനൊക്കെ നീ പിടിച്ച് വണ്ടി ഇട്ട് പെർമിഷൻ ഇല്ലാതെ പോടാ. മെനങ്ങാന്ന്
കൊണ്ടുവന്ന ബെൽറ്റ് ആട്ടോ വണ്ടിയുടെ AC ബെൽറ്റ് എടുത്തു വെക്കാൻ മറന്നു ഇതുവരെ. പോയി എന്റെ പൈസ ഇറങ്ങിച്ചല്ലേ വെളിയിൽ. പിന്നെ ഞാൻ അങ്ങനെ ഉള്ളത്. ആഹാ നമ്മളിവിടെ പ്രശസ്ത യൂട്യൂബർ ചാനലായി വലിച്ച് ആ താക്കോലി കണ്ടു വെക്കാവോ? നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചെറുക്കനെ പറ്റി കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ചാനൽ തുടങ്ങുന്നുണ്ട്, അതിനകത്ത് ഞാൻ ഈ ചെറുക്കന്റെ എക്സ്ക്ലൂസീവ് കുറച്ച് കണ്ടന്റുകൾ പറയും. അങ്ങനെ ഞാനും കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റ് പറയാം. ഞാൻ ഇന്ന് രക്ഷപ്പെടും അങ്ങനെയാണെങ്കിൽ. എക്സ്ക്ലൂസീവ് അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ വന്നു. ഒരു 10 മിനിറ്റ് പണി കഴിഞ്ഞാട്ടോ. സീറ്റൊക്കെ കറക്റ്റാക്കിയപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ചേക്കുന്നതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. അവിടെ അളവിന് വെച്ചേക്കുന്നുണ്ട്, നമുക്ക് ആ ഗ്ലാസ് പറ്റൂല. ബാക്ക് പിന്നെ ബാക്കും കുഴപ്പമില്ല കാണാം. നമുക്ക് കാര്യാടി ബേക്കറി ഇതുകൊണ്ട് ആ കാണുന്നതാണ്. അങ്ങനെ നമ്മളിത് നമ്മുടെ സാധനം ഇട്ടിട്ട് പോരാട്ടോ. എൻ്റെ മീറ്ററോളം മേടിച്ചിട്ട് അതല്ല കണ്ടിരിക്കും ഞങ്ങളുടെ സാധനം. ഗൈസ് ഇനി വണ്ടി പോയിട്ട് ചെരുപ്പ് ഓടിക്കാൻ ഗൈസ് നമ്മൾ സാധനമൊക്കെ മേടിച്ചോട്ടോ. സ്കൂട്ടറൊക്കെ മേടിക്കട്ടെ. നട്ട്സ് മേടിക്കാൻ പോകും. ഞങ്ങൾ മീറ്ററോളം മേടിച്ച് ഇത് ഇവിടെ വണ്ടി വരുന്നത് മൊത്തം തിരിക്കാൻ ഇച്ചിരി പാടാണ്. നോക്കി ബാക്കിൽ ക്ലാസ്സിൽ വണ്ടി ഉണ്ടോ നോക്കട്ടെ. നല്ല ക്ലാസ് ഇല്ല കാണോ ഇല്ല. നിന്റെ കൂടെ പുറകോട്ട് നോക്കുമ്പോൾ ഈ സൈഡാണ് കാണുന്നത്. ഇല്ല നാളെ വണ്ടി ഒരു വണ്ടി സൈഡ് ഒതുക്കി വെച്ചപ്പോൾ അമ്മാനെ ഇടിച്ച് തോട്ടി കളഞ്ഞ. അമ്മാനെ ഇച്ചിരി ബ്രേക്ക് പിടിച്ച് കയറ്റാൻ നോക്കിയതാ. ബാക്കി എങ്ങനെയുണ്ട്? ബാക്കി സൂപ്പറാ. അല്ല KSRTC വരുന്നുണ്ട്. ചെരുപ്പ് മേടിച്ചു കേട്ടാ. ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ വണ്ടി കയറട്ടെ. അവള് ചെരുപ്പോട്ട് വരും. ഇനി നമുക്ക് ആൻറ്റി എടുക്കലോട്ട് പോകണം കേട്ടോ. വലിയ ആൻറ്റി എടുത്തിട്ട് പോകണം. അവിടെ പോയിട്ട് തേങ്ങ അങ്ങനെ എടുത്താൽ പരിപാടി കഴിഞ്ഞു. വേറെ വീട്ടിൽ ഉച്ച കഴിഞ്ഞാൽ തിരുവല്ല അപ്പച്ചൻ്റെ കൂടെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോകണം. നമ്മളങ്ങനെ തേങ്ങ എടുക്കാൻ വന്നു കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. വണ്ടി ചരിഞ്ഞ് കിടക്കാന്ന് വെച്ചാൽ പുറമെ മരങ്ങൾ നിൽക്കുന്നവർക്ക് അടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ചെറു റോഡിൽ കിടക്കുക എത്ര ഉള്ള സ്ഥലം ഒതുക്കാൻ. ആ വട്ടം നിൽക്കുന്നതുകൊണ്ട് ബാക്ക് അടിപ്പിച്ച് ചിലപ്പോൾ വട്ടക്കകത്ത് പിടിക്കും ഇറങ്ങും. അവൾ മുന്നേ പോകുന്നുണ്ടോ? ഇപ്പോൾ പോകുന്നുണ്ട്. നാളുടെ വീട്ടിൽ പോയിട്ട് തേങ്ങ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകട്ടോ. ചെറുതായിട്ടത് ചിരിച്ചടാ. ചിരിച്ചേ ഈ ഇവിടെ നോക്കി തിരിയടാ. ഞങ്ങളുടെ ചെറുക്കനെ കണ്ടോ? എടാ പോപ്പുണ്ടി കാണാൻ വരുന്നോ നീ? നീ പോപ്പുണ്ടി കാണാൻ വരുന്നോ? പോപ്പുണ്ടി കാണാൻ വരുന്നോ? എന്താ വേണ്ടത്തെ വരുന്നോ? ആ എന്താ വണ്ടി കൊണ്ട് അവിടെ കിടക്കുന്നതാ. വണ്ടി കിടക്കുന്നു. ബാ കൊച്ചുകുണ്ടിക്ക് ഞാൻ പിച്ചും. ഉമ്മച്ചി ഞങ്ങൾ തേങ്ങ പറയട്ടെ. തേങ്ങ ഓക്കെ. ഭയങ്കര ചൂട് കറുത്തൊരു ഇവിടെ ഉണ്ടായിരുന്നു. മഴയുണ്ട് എന്നാലും ചൂടുണ്ട്. തേങ്ങ എടുത്തിട്ട് അങ്ങോട്ട് പോകണം കേട്ടാ. അവൾ പുറകെ വരുന്നുണ്ട്. നമ്മളിതിനി വണ്ടി കൊണ്ടിട്ട് ഒന്ന് ട്രിപ്പ് കൂടെ വരണം. നണ്ടിരിക്കും തേങ്ങ. അമ്മച്ചി വരാൻ പോകത്തില്ലടാ. ഓ കരയ്ക്കാതെ അമ്മച്ചിയുടെ കൊടുക്ക്. ഇതങ്ങെടുത്തോ. ഇതുപോലെ ഇവിടെപ്പോഴൊരു പെണ്ണ്. എല്ലാവരും വണ്ടി നോക്കി പോകുന്നു. വണ്ടി ഇങ്ങനെ നടക്കുന്നത് വല്ലതും പറ്റി കിടക്കുവാണോ? നമ്മൾ വണ്ടി ഒരു ഇതില്ലല്ലോ ഇട്ടേക്കുന്നത്. ബാക്ക് അടിപ്പിക്കുന്ന എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അതേ കൂടെ സഞ്ചി തിരിച്ചു കൊടുക്കണം. യെസ് പോങ്ങട്ടെ. തേങ്ങ ഇടട്ടെ. ഓ പൊളിഞ്ഞ് ഗൈസ് നമ്മളിനി വണ്ടി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. വണ്ടി കയറുന്ന കണ്ടിനി പാട്. ഇത്രയും ചേർന്ന് ഇറങ്ങുന്ന ആൾക്കാരെ വണ്ടി പാകിസ്ഥാനം വരെ. ഞാൻ കട്ടത്തറ സ്കൂളിൽ പഠിക്കാൻ വീട്ടിൽ പോകുന്ന വണ്ടിയായിരുന്നു ഇത്. നമ്മുടെ വണ്ടി കയറാനാണ് ഇനി പോകാണ്ട്. ഇത്ര സ്പേസ് അല്ല. അതാണ് വണ്ടി ഇങ്ങനെ ചരിച്ചിട്ടത്. അയ്യോ അതാ അഴുക്ക് അമ്മേ. അയ്യോ ഓ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ റോഡിൽ കൊണ്ട് കിട്ടി. ഞാൻ അതിലെ കൂടി ഇങ്ങോട്ട് നടന്നു വന്നത്. എൻ്റെ വീടതാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ വീട് കണ്ടോ? അന്ന് നിങ്ങൾ കണ്ടാണ് എൻ്റെ വീട്. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ 10 റെസ്റ്റ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് എവിടെ പോകണം? ബൈക്ക് എടുക്കാൻ പോകണം. അതേസമയം നമ്മുടെ ചെറുക്കൻ നോക്കി നിൽക്കുന്നുണ്ടോ? നമ്മുടെ ചെറുക്കൻ ഇതാണ് ഞങ്ങളുടെ പോന്നിക്കുട്ടൻ. പൊന്നെ
നോക്ക് പാവം. അങ്ങനെ ഇവൻ്റെ ദേഹം മൊത്തം ചെള്ളായിരുന്നു. ഞാൻ ഒരു സാധനം മേടിച്ച് വെച്ചിൻ്റെ പേരെന്തിരുന്ന ഡ്രോപ്പ് അത് വെച്ച് പക്ക. അപ്പം ഒരു ചെള്ളും ഇല്ല, ഒന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പം പോകുന്നിടത്ത് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കാൻ കേട്ടോ. അപ്പച്ചി വിളിക്കാൻ വരും. നമ്മൾ അപ്പച്ചനെ വണ്ടിയില്ല കേട്ടോ പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ അവിടെ ഒരു എഞ്ചിൻ ഇരിക്കുന്നത് കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ടൊരു എഞ്ചിൻ ഇരിക്കുന്നുണ്ടാ ഫോൺ ചെയ്യട്ടെ. അവിടെ പോയി ഗൈസ് ഉണ്ട്, ആ ഇരിക്കുന്ന ഒരു എഞ്ചിനാണ് കണ്ടാ. അതായത് ഞാൻ അടുത്തോണ്ട് കാണിക്കാം, ഫോട്ടോ അങ്ങനെ അടുത്തോണ്ട് കാണിക്കാം. എഞ്ചിൻ മറ്റേ ബൈക്കിൻ്റെ എഞ്ചിൻ അയച്ചു വെച്ചേട്ടാ. അല്ല ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ വൈകുന്നേരം താമസം കാണാൻ പറ്റില്ല. നമ്മുടെ ഡിസ്കവർ ബൈക്കിൻ്റെ അതിൻ്റെ എഞ്ചിൻ ഞാൻ അയച്ചു. മനങ്ങാന്ന് പറഞ്ഞില്ല അയച്ച് ശരിയാക്കുമെന്ന്. അപ്പം അത് ഞാൻ അയച്ചേട്ടാ. ഇതേ ഇതിൻ്റെ എഞ്ചിൻ ഫുൾ അയച്ച് മാറ്റി, ഫുൾ ഇങ്ങനെ ആക്കി. സൈലൻസർ കണ്ടിരിക്കുന്നു. ഇതേ ഈ എൻജിൻ ഞാൻ ഇന്നലെ ഫുള്ളൊക്കെ അഴിച്ചു വെച്ചു. ഇവിടുന്ന് അഴിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. കാര്യം ടൈമിങ് ചെയ്യാൻ്റെ ആ സാധനം അഴിക്കാനായിട്ട് ഉള്ള ടൂൾസ് നമ്മുടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. തോന്നി ഞാൻ തന്നെ അങ്ങ് അഴിച്ച് തെറ്റ് കഴിഞ്ഞിട്ട് എല്ലാ വിചാരിച്ച് വർഷമായി കൊടുത്തൊക്കെ ചെയ്താലും ആലോചിക്കുന്നു. എൻ്റെ മൈൻഡ് ഉണക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് മൊത്തം അഴിച്ച് മാറ്റി. ഇതെല്ലാം അഴിച്ച് മാറ്റി എഞ്ചിൻ സെറ്റാക്കി നോക്കി. ഇതിൻ്റെ പിസ്റ്റം പിടിച്ചായിരുന്നത് ഉള്ള വിഷയം. അതെ, ഈ ഹെഡ് എത്ര അയച്ചാൽ മതി. ഇതിനകത്തൊന്നും പ്രശ്നമില്ല, ഇതൊന്നും പ്രശ്നമില്ല. ഹെഡ് മാത്രമാണ് അയച്ച് പിസ്റ്റം മാറിയിട്ട് ഇവിടുത്തെ വണ്ടി ഓടിക്കുള്ളൂ. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഷോറൂം എത്തട്ടോ. കൊണ്ടുവരാം. ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്താൽ മതി. ഗൈസ് ഇതായിട്ടോ നമ്മളെടുത്ത വണ്ടി കേട്ടോ. അപ്പച്ചൻ്റെ അടുത്ത വണ്ടി. അപ്പച്ചൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ വണ്ടി അപ്പച്ചൻ്റെ അടുത്ത. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് അല്ല കേട്ടോ. അതിന് ഡിസ്ക് നമ്മൾ മാറ്റിച്ചതാണ്. അപ്പച്ചൻ ഡിസ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഗിയറൊക്കെ മനസ്സിലായല്ലോ ഇല്ലയോ? താക്കോൽ മേടിച്ചോ? ഓക്കെ ഫോട്ടോ എടുത്ത് പോകണം കേട്ടോ. ഓക്കെ അപ്പം വണ്ടിയുടെ താക്കൂല അതിൻ്റെ അപ്പച്ചൻ്റെ കോട്ട് എടുത്ത് കൊടുക്കട്ടെ. ഇത് എൻ്റെ കോട്ടാ. അപ്പച്ചൻ തന്നോ? എന്നാ അപ്പച്ചൻ അങ്ങോട്ടാ പോന്നേ? ഞാൻ പുറകെ വരാം. ശരി. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയാൽ ആരെ കൊണ്ട് അതിൻ്റെ ഞാൻ ഇനിയും കോട്ടൊക്കെ കേട്ടോ പോകാൻ.